നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർക്കിടക മാസം തുടങ്ങി, അതോടൊപ്പം തന്നെ കർക്കിടക ചികിത്സയും ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സയും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സിമി രവീന്ദ്രനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്ക് ഡോക്ടറോട് സംശയം ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, എന്താണ് കർക്കിടക ചികിത്സ? മഴക്കാലത്ത് ഈ ചികിത്സാ രീതിയുടെ പ്രസക്തി എന്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ കാലത്ത് കർക്കിടക ചികിത്സ എന്താണെന്നുള്ളത്. ശരിക്കും നമ്മുടെ കേരളത്തിലൊരു സംസ്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പണ്ടുകാലം മുതൽക്കേ ഒരു കാർഷിക ചര്യ അനുസരിച്ചാണ് നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കാർഷിക ചര്യ എന്ന് വെച്ചാൽ കൃഷിയുടെ വിളവെടുപ്പ്, കൃഷി നടൽ, ഇതൊക്കെ സംബന്ധിച്ചാണ് നമ്മുടെ ജീവിതം ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയും അന്ന് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസമാകുമ്പം ഏറ്റവും അവസാനത്തെ മാസമാണ്, മഴക്കാലം ആണ് അതിൻ്റെ പ്രാധാന്യത. അപ്പോൾ നല്ലൊരു ചൂടിൽ നിന്ന് ഒരു നല്ല മഴയുടെ കാലത്തേക്ക് വരുന്നൊരു സമയം. അപ്പോൾ ആ കാലയളവിൽ നമ്മുടെ കൃഷിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ജോലികൾക്കൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താണോ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് അത് വെച്ച് നമ്മൾ ജീവിതം കഴിയേണ്ട ഒരു അവസ്ഥ അതാണുള്ളത്. പിന്നെ നമ്മൾ കാലാവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മഴയത്ത് നമുക്ക് വെളിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അടുത്തൊരു 11 മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 10 മാസത്തേക്ക് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാനുള്ള ചര്യ എന്ന രീതിയിലാണ് കേരളം ഈ കർക്കിടകത്തെ കണ്ടിട്ടുള്ളത്. അപ്പം ആ സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് അനുഷ്ഠിക്കേണ്ട ശരീരത്തിനെ സംരക്ഷിക്കാനുള്ള ചില ക്രമങ്ങൾ, അതുമാത്രമല്ല രാമായണ മാസം എന്നുകൂടിയാണ് കർക്കിടകത്തെ പറയുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ അതിൻ്റെ അകത്തുണ്ടെന്ന് നമ്മൾ കാണണം. അപ്പോൾ അതായത് പ്രധാനമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ഒരു റെജുവിനേഷൻ അല്ലെങ്കിൽ നമുക്കൊരു വിശ്രമത്തോടു കൂടി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മളെടുക്കുന്ന ഒരു മാസമായിട്ട് കർക്കിടകത്തെ കാണാം. ശരി ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്താണ് ഈ ഒരു മാസത്തിൽ? അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ കർക്കിടക ചികിത്സയ്ക്കുള്ള പ്രാധാന്യം എത്രത്തോളമുണ്ട്? വളരെ പ്രധാനപ്പെട്ട, അതിപ്പോൾ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും തന്നെ കർക്കിടകം വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. ഇന്നാണെങ്കിൽ നമ്മൾ വളരെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ലൈഫാണ്. നമുക്കൊരു കൃത്യമായി നമ്മൾ എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ബോഡിക്കൊരു മൈൻഡ് ഒക്കെ ഒരു റെസ്റ്റൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ചും എല്ലാവരും തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം നല്ലൊരു ചൂടിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഒരു ട്രാൻസിഷൻ പോലെ നമുക്കൊരു തണുപ്പ് അനുഭവപ്പെട്ട്. അപ്പോൾ ഭയങ്കര മഴ, ഈ മഴയത്തെ സമയത്ത് നമ്മുടെ ആരോഗ്യ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് തീരെ കുറഞ്ഞു പോകും. വിശപ്പ് കുറഞ്ഞു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആഹാരം കഴിച്ചാൽ ദഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വിശപ്പ് തീരെ ഇല്ലാന്ന് തോന്നും, അപ്പോൾ നമ്മൾ കഴിക്കാതിരിക്കും. ഇതെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ ഭയങ്കരമായി നന്നായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ല മഴ ഉണ്ടാകുമ്പം ശരിക്കും വിശപ്പ് കുറഞ്ഞൊരു അവസ്ഥയിലേക്കും വരുമ്പം ആന്തരികമായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഡൈജഷൻ പ്രോസസ്സ് വളരെ ഹാമ്പേർഡ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിലുള്ള ആഹാര വ്യവസ്ഥയിൽ പാലിച്ചില്ലെങ്കിൽ അത് പിന്നീട് പല അസുഖങ്ങളെ ഉണ്ടാക്കും. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും ധാരാളം അസുഖങ്ങളുള്ളവരാണ്. ഒരു 40 വയസ്സിന് ശേഷം നമ്മൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ പ്രമേഹം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഒരു ബ്രോങ്കിയൽ ആസ്മ ഒക്കെ ഉള്ളവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവരും കൂടെ കൂടുതൽ ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ്. പലപ്പോഴും നമുക്ക് ആഹാര നിയന്ത്രണം നമ്മൾ പറഞ്ഞാലും അത് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പ്രായോഗികമായിട്ട്. അപ്പോൾ അതും നമ്മളൊന്ന് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി സാമാന്യമായിട്ട് കുറഞ്ഞു വരും ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടേജിയസ് ഡിസീസ് അല്ലെങ്കിൽ നമുക്ക് സാംക്രമിക രോഗങ്ങൾ കൂടുതലായിട്ട് പടരുന്നത് നമുക്ക് ഈ ഒരു സമയത്താണ്. ഫോർ എക്സാമ്പിൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ കാല് വിണ്ടുകയറിയിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്നൊരു മഴയത്ത് ഒരു എലിയുടെ മൂത്രത്തിൽ കൂടെ പകരുന്ന അങ്ങനത്തെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ബോഡിക്ക് പലതരം പനികളാണ് അല്ലേ, പണ്ടത്തെ പോലെയല്ല. കോവിഡിന് ശേഷം നമ്മൾ ഇഷ്ടംപോലെ പനികളാണ് കാണുന്നത്. അപ്പോൾ ആ പനികൾ ഓരോന്നും ഓരോ രീതിയിലുള്ള പനികളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്കൊന്ന് പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു സമയം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ സമയത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു ആഹാര നിയന്ത്രണവും മാത്രവുമല്ല, ശരീരത്തിന് ഉള്ളിലേക്ക് ആഹാരം മാത്രമല്ല, ആയുർവേദം കൃത്യമായി വിഹാരങ്ങൾ എന്ന് പറയും, അതായത് കർമ്മപഥ്യം നമ്മൾ പറയും.
നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ചെയ്യേണ്ട ചില നിഷ്ഠകളൊക്കെ അങ്ങനെ കുറേ സമ്പ്രദായങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പാലിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത് മുന്നോട്ട് വരുന്ന അസുഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കുകയും ഇപ്പോഴത്തെ ഒരു ആരോഗ്യ രീതി ബാക്കി അസുഖങ്ങളൊന്നും തന്നെ അത് വഷളാവാതെ നോക്കാനും നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകചിരി വളരെ പോസിറ്റീവായിട്ട് നമ്മളെടുത്തതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു മഴക്കാലം എന്നത് ഒരു അസുഖം വരുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ എന്തെല്ലാം ചികിത്സാ രീതികളാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത്? അതിനുള്ള ചികിത്സാക്രമങ്ങൾ, സമയക്രമങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ ഒരു കർക്കിടക ചര്യ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. ഇപ്പോൾ ഒരു 7 ദിവസത്തേക്ക് കഞ്ഞി കുടിക്കുക, 7 ദിവസത്തേക്ക് സൂപ്പ് കഴിക്കുക, അല്ലെങ്കിൽ പിഴിച്ചിൽ ധാര അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ ഒരു കാലഘട്ടം വന്നപ്പോൾ കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് നമ്മളെ കണ്ട് തന്നെ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ എല്ലാ വൈറ്റൽ സ്റ്റാറ്റസൊക്കെ ഒന്ന് നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ അസുഖങ്ങളൊന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് അയാൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചര്യകളാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മാറ്റം നമുക്കിപ്പോൾ കാണുന്നുണ്ട്. മാത്രമല്ല ഒരു പഥ്യം പറഞ്ഞാൽ പോലും നമുക്കത് രോഗികളെ കൊണ്ട് അനുസരിപ്പിക്കാനും നമുക്ക് അല്ലെങ്കിൽ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് പറ്റാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ അകത്തേക്കുള്ള ആഹാര നിഷ്ഠകളിൽ പ്രധാനമായിട്ടും ഡൈജഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദഹന വ്യവസ്ഥിതിയെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ഒരു സമീകൃതമാക്കാനുള്ള ആഹാരങ്ങൾ, ഉദാഹരണമായിട്ട് കഞ്ഞി, പലതരത്തിലുള്ള കർക്കിടക കഞ്ഞികൾ, മുക്കുടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോരിൻ്റെ ഒരു പ്രിപ്പറേഷൻസാണ്. വളരെ നമുക്ക് ഇന്നത്തെ പ്രീബയോട്ടിക് അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ട് കാലം തൊട്ടേ വളരെ ആയുർവേദത്തിൽ മരുന്നുകൾ ചേർത്തുള്ള മുക്കുടികളൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അത് നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ കറികളാണ്. പത്തിലത്തോരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറികളൊക്കെ നമ്മൾ ഇലക്കറികൾ കൂടുതൽ മുരിങ്ങ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാം തന്നെ നമ്മൾ തോരനായിട്ടും കറിയൊക്കെ വെച്ചും താളുകറി അങ്ങനെ കറിയൊക്കെ വെച്ചൊക്കെ ധാരാളം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സൂപ്പ് നമ്മൾ ദഹനത്തിനനുസരിച്ച് അത് കഞ്ഞിയെ കുടിച്ച് വയറൊന്ന് ശരിയായിട്ട് വന്നതിന് ശേഷം ഒരു അബ്സോർഷൻ കറക്റ്റായിട്ട് ദഹിക്കുന്ന ഒരു പാകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വെജിറ്റബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ വെജ് ആയിക്കോട്ടെ അങ്ങനത്തെ സൂപ്പുകളും നമ്മൾ ധാരാളം അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നീട് നമ്മൾ പഞ്ചകർമ്മത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ 2 തരം ചികിത്സകളാണ് നമുക്കുള്ളത് ആയുർവേദത്തിൽ. അത് ശോധന ചികിത്സയും ശമന ചികിത്സയും എന്ന് പറയും. ശമന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരാളുടെ ശരീരത്തിൽ കുറച്ച് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രിദോഷത്തിൻ്റെ കൺസെപ്റ്റാണ് ആയുർവേദത്തിലുള്ളത്. അതായത് വാദം, പിത്തം, കഫം അങ്ങനെ സപ്തധാതുക്കൾ അങ്ങനെ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ദോഷങ്ങൾക്കൊരു ദുഷ്ടി വരികയാണെങ്കിൽ അത് അത്യധികമായ ദുഷ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ചികിത്സകൾ കൊണ്ട് അതിനെ ശമിപ്പിക്കുകയാണെങ്കിൽ അതിനെ ശമന ചികിത്സ എന്ന് പറയും. ഇനി ശോധന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ വളരെ കൂടുതലാണെങ്കിൽ നമുക്കതിനെ എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയേണ്ടി വരും. അതിനുള്ള ചികിത്സയാണ് പഞ്ചകർമ്മങ്ങൾ. അത് വളരെ എന്താ പറയുക വളരെ കൃത്യതയോടുകൂടി ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണത് ചെയ്യേണ്ടി വരിക. കൃത്യമായ ഒരു എല്ലാ ആൾക്കാർക്കും എല്ലാ ചികിത്സയും പറ്റില്ല. അപ്പോൾ കൃത്യമായി നമ്മൾ ഇൻഡിക്കേഷൻ അതായത് ഇന്ന ആൾക്ക് ഇത് വിധിച്ചിട്ടുണ്ട്, ഇന്ന ആൾക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ച പ്രകാരം ഇന്ന ആൾക്ക് ഇന്ന മരുന്ന് സെലക്ട് ചെയ്ത് ഇന്ന അസുഖത്തിന് സെലക്ട് ചെയ്ത് അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇത്ര ഡോസിൽ മരുന്ന് കൊടുത്ത് ഒക്കെ വേണം ചെയ്യാനായിട്ട്. അതൊക്കെ വളരെ വ്യത്യാസമായിട്ട് കൃത്യമായിട്ട് അത് നമുക്ക് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് അതിന് ശേഷമുള്ള കാര്യങ്ങളുമൊക്കെ യുക്തമായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 5 കർമ്മങ്ങളാണുള്ളത്. അത് കേൾക്കാം. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് പരമേശ്വരൻ. ആയിക്കോട്ടെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സർ. പിന്നെ ഈ കയ്യിന്റെ ഇടുപ്പ് വേദന, 2 ഷോളറിന് വേദന, പിന്നെ മുട്ടുംകാൽ വേദന, ഇതിന് വർഷക്കാലമായപ്പോൾ വളരെ കൂടുതലാണ്. എന്ത് ചെയ്യണം അതിന്? സാറിന് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഷുഗറോ പ്രഷറോ അങ്ങനെ കൊളസ്ട്രോളോ അങ്ങനെ വല്ലതും ഉണ്ടോ? കുറച്ചുണ്ട്, അത്ര പ്രഷറൊന്നുമില്ല. ഷുഗറിന്റെ അസുഖം ഉണ്ടോ? ഡയബറ്റീസ് ഉള്ള ആളാണോ? അത്ര ഇല്ല, എന്നാലും ഉണ്ട്. എത്ര വർഷമായിട്ടുണ്ടാവും? 120 പിന്നെ 139 അങ്ങനെയുള്ളൂ. ഓക്കെ, നമുക്ക് എത്ര വർഷമായിട്ടുണ്ടാവും പ്രമേഹം? അത് കുറച്ച് ഒരു 4-5 കൊല്ലമായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എത്ര വയസ്സുണ്ടാവും സാറിന്? 72.
അപ്പം മിക്കവാറും പ്രമേഹത്തിൻ്റെ ജന്യമായിട്ട് നമുക്ക് പ്രമേഹം എപ്പോഴും അറിയാലോ, രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് പ്രമേഹം ഉണ്ടാവുക. അപ്പം നമുക്ക് എന്തൊക്കെ കൺട്രോളായി എന്ന് പറഞ്ഞാലും പ്രമേഹം ഒരു ഖരപദാർത്ഥമാണല്ലേ, അപ്പോൾ അതിനൊരു ഡെപ്പോസിഷൻ വരും, അത് അടിയും. അപ്പോൾ അടിയുന്ന മിക്കവാറും ഷോൾഡറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മസിലുകളുടെ ഇടയിൽ പോയി നമ്മൾ ഈ ഷുഗർ അടിഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും സർ. അപ്പോൾ മിക്കവാറും അതുകൊണ്ടായിരിക്കും നമുക്ക് വേദന ഉണ്ടാവുക, കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിൽ യുക്തമായ ഒരു തൈലമൊക്കെ ഇട്ടതിന് ശേഷം ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒഴുകി നമ്മൾ ചൂടാക്കിയ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം എക്സസൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഷുഗർ കുറച്ചാണെങ്കിലും അത് കൺട്രോളിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം സർ. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ സംസാരിച്ചു വന്നത് ചികിത്സാ രീതികളും പഞ്ചകർമ്മ ചികിത്സയുമാണ്. ഡോക്ടർ തുടർന്നോളൂ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ 5 കർമ്മങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ദോഷങ്ങൾ ദൂഷിച്ച് അത്രയും കൂടുതലാണെങ്കിൽ നമ്മൾ വെളിയിലേക്ക് കളയാന്നുള്ളതാണ് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു മാർഗ്ഗം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ നസ്യം എന്ന് പറയും, മൂക്കിലൂടെ മരുന്നൊഴിച്ച് അത് വായിൽ കൂടെ എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു ചികിത്സയാണത്. ഇനി രണ്ടാമതായിട്ടുള്ളത് വമനമാണ്. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക എന്നുള്ളതാണ്. ഛർദ്ദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കൊടുത്ത് അത് കൃത്യമായ നിഷ്ഠയോട് കൂടിയുള്ള മരുന്നുകൾ സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടാണ് ഛർദ്ദിപ്പിക്കുക. ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ആണ്, നമ്മൾ ഛർദ്ദിപ്പിക്കുകയാണ് ഒരാളെ ചെയ്യുക. പിന്നെ മൂന്നാമതായിട്ടുള്ള വയറിളക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഡോക്ടറെ കർക്കിടകമല്ലേ, ഒന്ന് വയറിളക്കിയാൽ കൊള്ളാമല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു കൃത്യമായി ചെയ്തു പോന്നുകൊണ്ടിരുന്നൊരു കാര്യം പോലെ നമുക്ക് പറയും. പക്ഷേ പഞ്ചകർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വയറിളക്കുക എന്നുള്ളത്. അപ്പോൾ വയറിളക്കുമ്പോൾ അതിനായി കൃത്യമായി രോഗിയെ അനുസരിച്ച്, ഇപ്പോൾ പ്രമേഹമുള്ള ചില ആൾക്കാർക്ക് ചില മരുന്നുകൾ കൊണ്ട് നമുക്ക് വയറിളക്കാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം കടയിൽ പോയി വയറിളക്കാനുള്ള മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നവർ ഒത്തിരി പേരെ എനിക്കറിയാം, ഈ വയറിളക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ. പക്ഷെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മെറ്റബോളിസത്തിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യമാണ് വയറിളക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മരുന്നിൻ്റെ സെലക്ഷനിലും ഡോസിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് വയറിളക്കുക ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 2 എനിമകളാണ് നമുക്ക്. എനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ മലദ്വാരത്തിൽ കൂടെ മരുന്ന് കൊടുക്കുന്ന ഒരു രീതിയാണ് എനിമ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ നിരൂഹവസ്തി അല്ലെങ്കിൽ കഷായ വസ്തി എന്നാണ് നമ്മൾ ആ എനിമയെ പറയുക. അപ്പോൾ കഷായവസ്തിയിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ മരുന്ന് കൂട്ടുണ്ടാക്കി അതൊരു പ്രത്യേക കുറച്ച് നേരത്തേക്ക് നമ്മൾ മലദ്വാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു റെക്ടൽ ഏരിയയിൽ നിലനിർത്തുന്ന രീതി. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ വെയിൻസും ഒക്കെ അബ്സോർഷനുള്ള ഒരു ഏരിയയാണ് റെക്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഏനൽ ആ ഒരു ഏരിയ, അപ്പോൾ അവിടത്തേക്ക് അബ്സോർഷൻ നമ്മൾ പ്രത്യേക രീതി ഒരു ചികിത്സാ രീതിയാണ്. അതുപോലെ തന്നെ 5ാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ഒരു എണ്ണവസ്തി അല്ലെങ്കിൽ അനുവാസന വസ്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രിപ്പയർഡായിട്ട് നമ്മൾ പ്രത്യേക പാകത്തിൽ തയ്യാറാക്കിയ തൈലങ്ങൾ ഉപയോഗിച്ച് കുറച്ച് നേരത്തേക്ക് അതവിടെ കെട്ടി നിർത്തുന്ന രീതിയാണ്. ഇതെല്ലാം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ക്രിയകളിൽ തന്നെ പെടുന്നതാണ്. അത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോരുന്നത്. അപ്പോൾ ഇതിന് പൂർവ്വമായിട്ട് നമ്മൾ മുമ്പ്, അതായത് ഈ ശോധന ചികിത്സ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എണ്ണയിടുക, വേർപ്പിക്കുക, അങ്ങനെ കുറേ രീതികളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രധാനം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ധാരാളം പച്ചമരുന്നുകൾ ലഭ്യമാണ്, അല്ലേ? നമുക്കറിയാം ധാരാളം പച്ചമരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അഷ്ടവൈദ്യ സംസ്കാരവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് മരുന്നുകളെല്ലാം കിട്ടുന്നതുകൊണ്ടും ആ ഒരു സമ്പ്രദായം, അതായത് കിഴികൾ, അങ്ങനെയുള്ള സമ്പ്രദായം, ധാരാളം തൈലങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വ്യവസ്ഥയൊക്കെ നമുക്കുണ്ടായി, ആ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് അത്രയും നമ്മൾ റിച്ചാണ് ആ കാര്യത്തിൽ, നമ്മൾ സമൃദ്ധിയുണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പറഞ്ഞ നമ്മൾ വേർപ്പിക്കുന്ന ചികിത്സയായ കിഴികളൊക്കെ ധാരാളം പ്രചാരത്തിൽ ഉള്ളത്. നമുക്കൊരു കിഴികൾ നോക്കുകയാണെങ്കിൽ 150 കിഴികളുണ്ട്. ഓരോ മരുന്നുകളും വ്യത്യാസമാണ്, ഓരോന്നും. ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു കാന്താരി മുളക് കൊണ്ട് നമ്മളൊരു കിഴി ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വേറെയാണ്. അതായത് അത് ഒരു പ്രത്യേക ഒരു രോഗത്തിനായിരിക്കും, നമ്മൾ പ്രത്യേക അവസ്ഥയിലായിരിക്കും ചെയ്യുക. ചിലപ്പോൾ നമ്മൾ മുട്ട കൊണ്ട് ഒരു കിഴി ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കും ചെയ്യാം. നമുക്കെല്ലാം പരിചയമായിട്ടുള്ള ഇലക്കിഴികളുണ്ട്. അതിൽ തന്നെ എല്ലാ ഇലകളും നമ്മൾ ചില കിഴികൾക്ക് ഉപയോഗിക്കാറില്ല, എരിക്കില മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന കിഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, രാജ്യം പോലെയാണ്, പലവിധ വൈവിധ്യങ്ങളുണ്ട്. പക്ഷേ സെലക്ഷൻ എപ്പോഴും ഒരു രോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി, രോഗിയെ അടിസ്ഥാനപ്പെടുത്തി, രോഗത്തിൻ്റെ അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അപ്പോൾ അത് ഒരു വൈദ്യന് മാത്രം അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് മാത്രമേ സാധിക്കാറുള്ളൂ. അതിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് പാടാണ് പൊതുവേ. അപ്പോൾ
പൊതുവെ ഇന്നത്തെ രോഗികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ സുഖചികിത്സ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് കൃത്യമായി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് വരാറുള്ളൂ. മാത്രമല്ല പഥ്യങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അവർ വളരെ കൃത്യത പുലർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ പുറമേ ഉപയോഗിക്കുന്ന സാധാരണ എണ്ണ തേച്ച് കുളി ഒരു സ്വാഭാവികമായിട്ടും കർക്കിടകത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് നമ്മൾ ധാരാളം തൈലങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്കെല്ലാവരും കേട്ട് പരിചയമുള്ള തൈലങ്ങളാണ് ധന്വന്തരം തൈലം അല്ലെങ്കിൽ പിണ്ട തൈലം, സഹചരാതി തൈലമൊക്കെ. അപ്പോൾ രോഗികൾ തന്നെ വന്ന് പറയാറുണ്ട് മുറിവെണ്ണ തേച്ച് കുളിക്കട്ടെ ഡോക്ടറെ എന്നൊക്കെ. പക്ഷേ നമുക്ക് തൈലങ്ങൾ അത്രയും പരിചയമാണ്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെയും ധാരാളം തൈലങ്ങളുടെ അനാലിസിസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അത് ഒരു രോഗി ഉപയോഗിച്ച് തന്ന ഫലങ്ങളാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല വേറൊരു രോഗിക്കുള്ളത്. അപ്പോൾ അതിലൊരു വ്യത്യാസം വരും. ഒരു തൈലം ഉണ്ടാക്കുന്നതിന് ധാരാളം മരുന്നുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ മരുന്നിൻ്റെയൊക്കെ ഗുണം നമുക്ക് തൈലത്തിൽ കൂടെ കിട്ടുകയാണ്. ആ തൈലം ചിലപ്പോൾ നമുക്ക് ചേർന്നില്ലെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് പോകാനായിട്ട്. പൊതുവേ ഒരു എണ്ണ തേച്ച് കുളി കേരളത്തിൻ്റെ ഒരു രീതിയിൽ ചികിത്സാ സമ്പ്രദായം എന്ന രീതിയിൽ ഉള്ളതാണ്. അപ്പോൾ തൈലങ്ങൾ എപ്പോഴും നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് രീതി. ഉച്ചയ്ക്ക് പൊതുവേ നമ്മൾ അങ്ങനെ തൈലം തേച്ച് കുളിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. നമ്മൾ പൊതുവേ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് തൈലം തേച്ച് തൈലം എപ്പോഴും ചൂടാക്കി പുറമേ പുരട്ടി ചൂടുവെള്ളത്തിൽ കഴുകി കളയാന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രീതി. അപ്പോൾ രാത്രി തൈലം പുരട്ടിയിട്ട് രാവിലെ കഴുകി കളയുക അങ്ങനത്തെ ഒരു രീതിയൊന്നും ആയുർവേദം അനുശാസിക്കുന്നില്ല. പക്ഷേ നമുക്ക് ചൂടാക്കാതെ ഉപയോഗിക്കുന്ന തൈലങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ വൈദ്യ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യാമെന്നുള്ളതാണ്. ഇനി പല സ്ഥലത്തും നമ്മൾ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് കഷായമൊക്കെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് കുളിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചില രോഗങ്ങളിലൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ശ്വാസം മുട്ടലുള്ള രോഗികൾക്ക് ചിലപ്പോൾ കിഴി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകളിട്ട് ഉള്ള കഷായത്തിൽ കുളിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യാം. എന്നാലും നമുക്ക് കുറച്ചുകൂടി എളുപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ഡോക്ടർ, നമ്മോടൊപ്പം കൊല്ലത്ത് നിന്ന് അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അനിൽകുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഞാൻ കൊല്ലത്ത് അനിൽകുമാറാണ്. ആയിക്കോട്ടെ. എനിക്ക് 1.5 മാസം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് മറ്റു വണ്ടിയായിട്ട് ഇടിച്ചത് ഞാൻ സ്വയം സ്കിഡ് ചെയ്ത് വീണാണ്. അങ്ങനെ എന്റെ റൈറ്റ് ഷോൾഡർ ബോൺ ക്ലാവിക്കിൾ പൊട്ടൽ വന്നു. ഹലോ, കേൾക്കുന്നുണ്ട് സർ. 2 മാസമല്ലേ ആയിട്ടുള്ളൂ? 1.5 മാസം. 1.5 മാസം. ഓക്കെ. അപ്പൊ ഇത് റൈറ്റ് ഷോൾഡർ ആ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് അതുപോലെ എന്തോ ഒരു ബെൽറ്റ് ഇട്ട് ട്രീറ്റ്മെന്റ് നടത്തി. അതിനുശേഷം എക്സ്റേ എടുത്ത് ടെസ്റ്റ് ചെയ്ത് എക്സ്റേയും CT സ്കാൻ എടുത്ത് എക്സ്റേ ചെക്ക് ചെയ്തപ്പോൾ ഇത് റീജോയിന്റ് ആയെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ പ്രശ്നം അതല്ല. പ്രശ്നം വലത് കൈ ഒരു പരിധിക്ക് മുന്നോട്ട് പൊക്കാനും താക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഷോൾഡറിന് ഭയങ്കര പെയിനാണ്. കേൾക്കുന്നുണ്ട് സാർ. എന്താണെന്നറിയാം, നമുക്ക് ഒരു ഫ്രാക്ചർ വരുമ്പോഴേ ശരിക്കും പറയുകയാണെങ്കിൽ ആ എല്ല് ധാരാളം ബലമെടുത്തിട്ട് ശേഷമാണ് അതിനൊരു ഫ്രാക്ചർ വരിക അല്ലേ. അപ്പം അതിനോട് കൂടിയുള്ള മസിൽസ് എല്ലാം തന്നെ, പ്രത്യേകിച്ച് ഷോൾഡറിന് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ആ മസിൽസ് എല്ലാം തന്നെ ഇഞ്ചേർഡ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് ബോണൊന്ന് ഹീലായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓക്കെ ആയെന്നാണ്. പക്ഷെ ആ ഈ കൂടെയുള്ള മസിൽസ് എല്ലാം തന്നെ ഇഞ്ചേർഡ് ആയിരിക്കും. അപ്പം നമുക്കിപ്പോൾ 1.5 മാസമല്ലേ ആയുള്ളൂ. അപ്പോൾ പുറമേ എല്ല് കൂടിക്കാണും, അകത്ത് കുറച്ചുകൂടെ ശരിയാവാനുണ്ടാവും. നമുക്ക് എല്ല് കൂടി ചേർന്നിട്ട് ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പം അത് ബാക്കിയുള്ള മസിൽസിൻ്റെ ഇഞ്ചുറി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് ഫിസിയോതെറാപ്പിയുടെ സമയമാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ തിരുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു, ഇപ്പോൾ കഴുത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, കഴുത്തിൽ എത്രത്തോളം മസിൽസിന് ഇഞ്ചുറി വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ തോൾപ്പലക, സ്കാപ്പുല എന്ന് പറയുന്ന ഏരിയ, നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്, അതുപോലെ തന്നെ ഹ്യൂമറസ്, നമ്മുടെ ഈ ഈ ഒരു എല്ലിൻ്റെ ഭാഗത്തൊക്കെ എന്തുമാത്രം മസിൽസ് ഇഞ്ചേർഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ഇവരെല്ലാവരും തന്നെയാണ് നമ്മുടെ കൈ പൊക്കാനായിട്ട് സഹായിക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഓരോന്നിലും എന്തൊക്കെ മസിൽസ് ഇഞ്ചേർഡ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അത് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സാറേ ആയുർവേദ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്താൽ, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടെ ഫിസിയോതെറാപ്പിയും കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും. പെട്ടെന്ന് തന്നെ സ്പീഡി റിക്കവറി കിട്ടുന്നതാണ്. അല്ലാതെ നമ്മളൊരു തൈലം ഇട്ട് മുറിവെണ്ണ പുരട്ടി തൈലം ഇട്ടിട്ട് തടവി കഴിഞ്ഞാൽ താൽക്കാലികമായി കുറച്ച് കുറവുണ്ടാവും. പക്ഷേ ഏതൊക്കെ മസിലിന് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പാടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഡോക്ടറെ, ആയുർവേദ ഡോക്ടറെ മറ്റോ കണ്ടതിന് ശേഷം നമുക്ക് കൃത്യം ബാക്കി ഞാൻ പറഞ്ഞ ഏരിയകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റിന് പോവുള്ളൂ. അതിനുശേഷം ഫിസിയോതെറാപ്പി അതിൻ്റെ കൂടെ പോകുന്നുണ്ടാവുമല്ലോ, അതും കൂടെ ചെയ്യുമ്പം ഒരു പെട്ടെന്ന് തന്നെ ഒരു സ്പീഡി റിക്കവറിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ടത്.
പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, കർക്കിടക ചികിത്സയുടെ ഭാഗമായി കഴിക്കേണ്ട ആയുർവേദ മരുന്നുകൾ എന്തെല്ലാമാണ്? കർക്കിടക കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? പൊതുവെ കഞ്ഞി കുടിക്കുക എന്നുള്ളൊരു രീതി മലയാളികൾക്കുണ്ട്, കർക്കിടക കഞ്ഞി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ആ ഒരു വർഷത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച ഒരു അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു കഞ്ഞി എന്നുള്ള രീതിയിൽ തന്നെയാണ് കർക്കിടക കഞ്ഞിക്ക് ആ പ്രാധാന്യം വന്നത്. പൊതുവേ നമുക്ക് അരി എന്ന രീതിയിൽ നമ്മൾ ഞവരയാണ് എടുക്കാറ്. ഞവര എടുക്കാം, നുറുക്ക് ഗോതമ്പ്, ഇപ്പോൾ പ്രമേഹ രോഗികളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് എടുക്കാം, പൊടിയരി എടുക്കാറുണ്ട്. ബാക്കി അരികളെല്ലാം തന്നെ നമുക്ക് എടുക്കാം, അനുസരിച്ചെടുക്കാവുന്നതാണ്. പ്രാധാന്യേന നമ്മൾ ഞവരയാണ് എടുക്കുക. ഞവരയുടെ നമ്മുടെ ആയുർവേദ രീതിയെ പറയുന്നത് ശാഷ്ടിക എന്നാണ്. ശാഷ്ടികം നമ്മൾ ഒരു 60 ദിവസം കൊണ്ടൊക്കെ വിളവ് നമ്മൾ എടുക്കുന്ന ഒരു നെല്ലാണ്. മാത്രമല്ല ചിലയിടങ്ങളിൽ കരനെല്ലായിട്ടൊക്കെ നമ്മൾ കൃഷി ചെയ്ത് വരാറുണ്ടത്. ശാഷ്ടികം നല്ല ഔഷധ ഗുണമുള്ളൊരു നെല്ലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ധാരാളമായി കുട്ടികളിലൊക്കെ നമുക്ക് കുറച്ച് ആരോഗ്യം വെക്കാനും കുറച്ച് വണ്ണം വെക്കാനൊക്കെ ആയിട്ട് മസിൽ ബൾക്കൊക്കെ കൂട്ടാനായിട്ട് ഞവര നന്നായിട്ട് സഹായിക്കാറുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്കും കൊടുക്കാറുണ്ട്, നമ്മൾ ഞവരക്കിഴി പോലെ പുറമേ ചെയ്യാറുമുണ്ട്. 2 രീതിയിലും അതിൻ്റെ പ്രയോഗം വരും. പൊതുവേ കഞ്ഞി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമരുന്നുകളോടും വെക്കാറുണ്ട്, അല്ലാത്ത ചില ദ്രവ്യങ്ങളിട്ട് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഒരു രീതിയിലുള്ള കഞ്ഞി പറയാന്ന് വെച്ചാൽ നമ്മൾ സാധനം ദശപുഷ്പങ്ങൾ എടുക്കാറുണ്ട്. നമുക്കെല്ലാം അറിയാം, പൂവാങ്കൂർന്നിൽ, ചെറുതുള ഒക്കെ ചേർന്നുള്ള വിഷ്ണുക്രാന്തിയൊക്കെ ചേർന്നുള്ള ദശപുഷ്പങ്ങൾ നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്തിട്ട് നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അത് അരച്ച് പൾപ്പെടുക്കും നമ്മൾ. അതായത് ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മളത് അതിൽ നമുക്ക് നമ്മൾ ഞവരയിട്ട് വേവിക്കാം. ഞവരയോ അല്ലെങ്കിൽ വേണമെങ്കിൽ പൊടിയരിയും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം. വേവിച്ച് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ 1-ാം പാല് ചേർക്കുക. അത് ചേർത്തതിന് ശേഷം നമ്മൾ ജീരകം അതിനകത്ത് ചേർക്കാറുണ്ട്. തേങ്ങയുടെ 1-ാം പാലും ചേർത്തതിന് ശേഷം നമ്മൾ താളിക്കുന്നൊരു സ്വഭാവമുണ്ട്. താളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യിലാണ് പൊതുവേ താളിക്കുക. നെയ്ക്കകത്ത് നമ്മൾ ചുവന്നുള്ളി ചേർത്ത് നന്നായി താളിച്ച് ഈ കഞ്ഞി ചേർത്ത് കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ചൂടോടുകൂടി കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. രണ്ടാമതൊരു വിഭാഗം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, പലപ്പോഴും പച്ചിലകൾ കിട്ടാൻ ഒരു പ്രയാസം വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് കൂടുതലും ഉലുവക്കഞ്ഞി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉലുവ നമ്മൾ തലേദിവസം നമ്മൾ വെള്ളത്തിയിട്ട് വെച്ച് ആദ്യം കഞ്ഞിയിൽ ഉലുവ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ വേവിച്ചതിന് ശേഷം പിന്നെ ഞവര ഇടുക. ഞവര ഇട്ടതിന് ശേഷം നമ്മൾ ജീരകം ഇടും, ആശാളി ഇടും ഒക്കെ ആശാളി ഇട്ടതിന് ശേഷം വെന്ത് നന്നായി വരുമ്പോൾ ഇതുപോലെ തന്നെ തേങ്ങയുടെ 1-ാം പാല് ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് അരച്ച് ആദ്യത്തെ പാലെടുത്തതിന് ശേഷം അത് ചേർക്കുക. അതോടുകൂടി വാങ്ങിയതിന് ശേഷം ഇതുപോലെ നെയ്യ് താളിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കഞ്ഞികൾ ഉപയോഗിച്ച് വരാറുണ്ട്. കഞ്ഞിയുടെ കൂട്ടത്തിൽ നമുക്ക് പൊടിയരി നമുക്ക് ചേർക്കാൻ സമ്പ്രദായമുണ്ട്. ഞവരയുടെ കൂട്ടത്തിൽ ചേർക്കാം. പൊടിയരി ഉപയോഗിക്കുന്നുണ്ട്, ഗോതമ്പിൻ്റെ നുറുക്കരി, ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതികളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്. പിന്നെ നമുക്ക് താളുകറി ഇതിൻ്റെ അകത്ത് പ്രധാനമാണ്. ചേമ്പിൻ്റെ താളുകറി ഈ സമയത്ത് ഉപയോഗിച്ച് കാണാറുണ്ട്. ആഹാര കാര്യങ്ങളും ഇതെല്ലാം തന്നെ ദഹന വ്യവസ്ഥയെ നന്നായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ അബ്സോർഷൻ കൂടുതലായിട്ട് കഞ്ഞി സഹായിക്കും. കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഗുണങ്ങളുള്ള, നമ്മളിപ്പോൾ ദശപുഷ്പങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്തിലകൾ എടുക്കുകയാണെങ്കിൽ കാൽഷ്യം, ഫോസ്ഫേറ്റ് അങ്ങനെയുള്ള അയൺ ഒക്കെ ധാരാളം റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് പച്ചിലകളൊക്കെ. ഞാൻ ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. ആയിക്കോട്ടെ. കർക്കിടക ചികിത്സയും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സിമി രവീന്ദ്രനാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.